6 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്വന്തം സിസ്റ്റം യൂസ് ചെയ്ത് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ ടിക്ക് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറും. ഒരിക്കലും കഫേയിലെയോ അക്ഷയയിലോ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെന്റ് നടത്തരുത്. കാരണം ഇത് ക്ലാസ് 12ന്റെ റോൾ നമ്പർ ആണ്, നീറ്റിന്റെ റോൾ നമ്പർ അല്ല. ആൻഡ് അപ്പോൾ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി ചേഞ്ച് ചെയ്യാം, പിന്നീട് ഒരിക്കലും സാധ്യമല്ല. ബട്ട് ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ. സോ നീറ്റിൻ്റെ കൗൺസിലിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ മുതൽ പേയ്മെൻറ്റ് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാണ്. യെസ്, അപ്പോൾ ആദ്യം നിങ്ങൾ കാണേണ്ട വെബ്സൈറ്റ്, നിങ്ങൾ കയറേണ്ടത് ക്രോം എടുക്കുക, അതിൽ mcc.nic.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് കയറുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, സ്വന്തമായിട്ട് തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, mcc.nic.in എന്നുള്ളതാണ് MCCയുടെ വെബ്സൈറ്റ്. ക്രോമിൽ കയറി MCC അടിച്ചാൽ തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. ഓക്കെ, നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ 2025 എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ 24ലെയാണ് എടുത്തത്, അതുകൊണ്ടാണ് അവിടെ 24 ന്യൂ രജിസ്ട്രേഷൻ 2025 എന്ന് കാണാൻ സാധിക്കും. യെസ്, ആൻഡ് അതിൽ ക്ലിക്ക് ചെയ്തു പോയാൽ നമുക്ക് ആപ്ലിക്കേഷന്, നമ്മൾ രജിസ്ട്രേഷന് 6 സ്റ്റെപ്പുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ 6 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. യെസ്, ആ പേയ്മെന്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. ആദ്യത്തേത് നിങ്ങൾക്ക് കാണാം, ഈ സൈഡിൽ കാണാം കേട്ടോ, ഒതന്റിക്കേഷൻ ഫോം, ആപ്ലിക്കേഷൻ ഫോം, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, then apply for section, contact detail, preview and final submit. ആ ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേയ്മെന്റ് ആണ്. പേയ്മെന്റ് എങ്ങനെ നടത്താം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. യെസ്, ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒതന്റിക്കേഷൻ ഫോം. യെസ്, എന്താണ് ഒതന്റിക്കേഷൻ ഫോം? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്? യെസ്, ക്ലാരിറ്റി കുറച്ച് കുറവാണ്, കാരണം സ്ക്രീൻഷോട്ട് എടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ. യെസ്, ആദ്യം നീറ്റിൻ്റെ UG റോൾ നമ്പർ, നിങ്ങളുടെ നീറ്റിൻ്റെ റോൾ നമ്പർ ആണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ റോൾ നമ്പർ. അപ്പോൾ ആദ്യത്തെ ക്ലിയർ ആണല്ലോ, റോൾ നമ്പർ അടിക്കുക. നീറ്റിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ ആണ് രണ്ടാമത്തെ കോളത്തിൽ അടിക്കേണ്ടത്. ആദ്യത്തെ കോളത്തിൽ റോൾ നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ അപ്ലിക്കേഷൻ നമ്പർ. യെസ്, ആൻഡ് അടുത്തത് കാൻഡിഡേറ്റിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അമ്മയുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ കൊടുക്കുക, മന്ത് കൊടുക്കുക, ഇയർ കൊടുക്കുക. യെസ്, ഓക്കെ അല്ലേ? ആൻഡ് അതിനുശേഷം താഴെ കൊടുക്കേണ്ടത് ഈ സെക്യൂരിറ്റി പിന്നാണ്. സെക്യൂരിറ്റി പിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഏത് നമ്പറാണോ നിങ്ങൾക്ക് കാണുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തെ എടുത്ത സമയത്ത് ഈ 66157 ഈ നമ്പർ അല്ല നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ സെക്യൂരിറ്റി പിന്നായിട്ട് നിങ്ങൾക്ക് എന്താണോ കാണാൻ പറ്റുന്നത് ആ നമ്പർ ഇവിടേക്ക് അടിച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ? ഇത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും വരിക. എന്താണോ നിങ്ങൾക്ക് വരുന്ന സെക്യൂരിറ്റി പിൻ അത് അവിടെ അടിച്ചു കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഇവിടെ കാൻഡിഡേറ്റിൻ്റെ നെയിമും മദറിൻ്റെ നെയിമും ഒക്കെ വെക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് NTA ഫോമിൽ എന്താണോ പേര് വെച്ചത് അതേ പേരായിരിക്കണം ഇവിടെ വെക്കേണ്ടത്. ഓക്കെ, അമ്മയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് അവിടെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുത്താൻ പറ്റില്ല. ഇനിഷ്യലോ എന്ത് കാര്യമാണെങ്കിലും അവിടെ എന്താണോ വെച്ചത് ആ കാര്യം തന്നെ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇത് മിസ്മാച്ച് ആകും, നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ NTA ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണോ വെച്ചത് ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പേജിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഇവിടെ ഡൗട്ടിന്. ഓക്കെ, അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത പേജിലേക്ക് വരും. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നീറ്റിൻ്റെ റോൾ നമ്പർ ഓൾറെഡി പറഞ്ഞ അപ്പുറത്ത് കൊടുത്ത അതേ സാധനം. നീറ്റിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ സെയിം. ഓക്കെ, കാൻഡിഡേറ്റിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ അല്ലേ? ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ID-യും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള ഒരു മെയിൽ ID-യും ഫോൺ നമ്പറും കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മക്കളെ, നിങ്ങൾക്കൊരു OTP വരും. മൊബൈൽ നമ്പറും മെയിൽ ID-യും വെരിഫിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ നടക്കും. അതുകൊണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെയിൽ ID, ഫോൺ നമ്പർ, ഇത് രണ്ടുമായിരിക്കണം നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ആക്റ്റീവ് അല്ലാത്തൊരു മെയിൽ ID-യോ ഫോൺ നമ്പറോ നിങ്ങൾ ഇവിടെ കൊടുക്കാനായിട്ട് പാടില്ല. അതിലേക്ക് OTP വരും. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി നീറ്റിൻ്റെ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് പാസ്വേഡ് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യുന്ന പാസ്വേഡ് തന്നെ ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? ദെൻ സെക്യൂരിറ്റി പിന്നാണ്. സെക്യൂരിറ്റി പിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നമ്പറും ലെറ്റേഴ്സും ഒക്കെ കൂടി ഒരു സാധനം കാണും. ആ സെക്യൂരിറ്റി പിൻ അതേപോലെ എടുത്ത് ഇവിടെ കൊടുക്കാം.
ക്ലിയർ അല്ലേ? അപ്പൊ കഴിഞ്ഞ പേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ മൊബൈൽ നമ്പറും അതേപോലെ മെയിൽ ഐ ഡിയുമാണ് പുതുതായിട്ട് കൊടുത്തത്. പാസ്വേഡ് കൊടുത്തു, അത് കൺഫേം ചെയ്തു, താഴെ കാണുന്ന സെക്യൂരിറ്റി പിന്ന് അടിച്ചു കൊടുത്തു അവിടെ. ഓക്കെ അല്ലേ? ദെൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അവിടെ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഡു യു വോണ്ട് ടു സബ്മിറ്റ്. എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ്, നമുക്ക് സബ്മിറ്റ് ചെയ്യണം, അപ്പൊ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെയും മെയിൽ ഐ ഡിയുടെയും വെരിഫിക്കേഷൻ നടക്കണം. ആ വെരിഫിക്കേഷന് ശേഷമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു പേജ് വരും. നിങ്ങൾക്ക് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും എന്ന് എനിക്കറിയാം. യെസ്, ഞാൻ പറഞ്ഞു തരാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന്. വെരിഫിക്കേഷൻ ഓഫ് മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ അഡ്രസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ വരിക? നിങ്ങൾ എൻറ്റർ ചെയ്ത നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു പാസ്വേഡ്, ഒരു OTP വരും. ഓക്കെ, ആ ഒരു പാസ്വേഡ്, ആ ഒരു OTP നിങ്ങൾ ഇവിടേക്ക് അടിച്ചു കൊടുക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡി, ആ മെയിൽ ഐ ഡിയിലേക്കും എന്ത് വരും? ഒരു പാസ്വേഡ് വരും, ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഒരു OTP വരും, നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്കും ഒരു OTP വരും. അത് യൂസ് ചെയ്തിട്ട്, അപ്പൊ നിങ്ങളുടെ കയ്യിൽ അപ്പോൾ തന്നെ ആ ഫോൺ വേണം. ആ മൊബൈൽ നമ്പറുള്ള, ആ മെയിൽ ഐ ഡി ഉള്ള ആ ഫോൺ നിങ്ങളുടെ കയ്യിൽ അപ്പം തന്നെ വേണം. അവിടേക്കായിരിക്കും OTP വരിക. അപ്പോൾ തന്നെ അത് ചെയ്തു കൊടുക്കുക. യെസ്, അതിന്റെ താഴെ സെക്യൂരിറ്റി പിൻ എന്നാ കൊടുത്തിരിക്കുന്നത്. സെക്യൂരിറ്റി പിൻ എവിടുന്നാ കിട്ടുക? ദാ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ 13WE സംതിങ്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താണോ അവിടെ സെക്യൂരിറ്റി പിന്നായിട്ട് നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണിക്കുന്നത് അത് തന്നെ ഇവിടെ എടുത്തെഴുതുക. ക്ലിയർ ആണല്ലോ? ദെൻ വെരിഫൈ ആൻഡ് ഫൈനൽ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ OTP രണ്ടും ലഭിക്കുന്നത് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്കും നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആ ഫോൺ നമ്പറിലേക്കുമായിരിക്കും. സെക്യൂരിറ്റി പിൻ ഇവിടെ തന്നെ കാണും. അതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആയിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ? യെസ്, ഇത് നമ്മൾ ചെയ്ത കാര്യമാണ്. അതോടെ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഞാൻ കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചതാണ്. യെസ്, ആദ്യത്തെ കാര്യം നമ്മൾ ആദ്യത്തെ ഒരു കംപ്ലീറ്റ് പ്രോസസ് നമ്മൾ എന്ത് ചെയ്തു? എല്ലാം ക്ലിയർ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾക്ക് കംപ്ലീറ്റഡ് എന്ന് കാണാം. ഓക്കെ, ഇത് കംപ്ലീറ്റഡ് ആയി. ഈ സൈഡിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വ്യൂ ഓർ എഡിറ്റ് ഒതന്റിക്കേഷൻ ഫോം എന്നാ കാണാൻ പറ്റുക. കാരണം ഓൾറെഡി നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി വ്യൂ ഓർ എഡിറ്റ് ഓപ്ഷൻ ആണുള്ളത്, നമ്മൾ ചെയ്തു. യെസ്, അടുത്ത സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ആപ്ലിക്കേഷൻ ഫോം. ഒതന്റിക്കേഷൻ കഴിഞ്ഞു, ആപ്ലിക്കേഷൻ ഫോം. യെസ്, അപ്പൊ ഇതിന്റെ താഴെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ ഒരു റെഡ് കളറിൽ നിങ്ങൾ കണ്ടോ? നിങ്ങൾ യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് വരും. കൈൻഡ്ലി ഫിൽ ദ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം ടു കംപ്ലീറ്റ് ദ രജിസ്ട്രേഷൻ പ്രോസസ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഇനി ബാക്കി അതിന്റെ പ്രോസസ്സുകളാണ്. അടുത്തത് എന്താ? രണ്ടാമത്തത് ഒതന്റിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ഫോം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് ക്ലിക്ക് ചെയ്തു. ക്ലിയർ? ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇതേപോലെ ഒരു പേജാണ് വിസിബിൾ ആകുക. യെസ്, ഇതിന് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചതാ. ഓക്കെ അല്ലേ? യെസ്, ഇനി ഇവിടെ ഫില്ല് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിന്റെ, അതുകൊണ്ട് ഫീമെയിൽ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം വരും. അപ്പൊ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്താന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ നാഷണാലിറ്റി ആണ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ചെയ്ത് വെച്ചൊരു കാര്യമാണ്, ഇന്ത്യൻ. നിങ്ങളുടെ റിലീജിയൻ സെലക്ട് ചെയ്യുക. ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരും, എല്ലാ കാറ്റഗറിയും വരും. അതിൽ നിന്ന് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ റിലീജിയൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ കാറ്റഗറി ആണ്. മക്കളെ, ഈ കാറ്റഗറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ നിങ്ങൾക്ക് കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ ജനറൽ EWS കൊടുത്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി കൊടുത്തു, NCL, OBC, NCL. പക്ഷെ നിങ്ങൾക്ക് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സംവരണം വെച്ച് സീറ്റ് എടുത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് റിജക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഒന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് ജനറലിലേക്ക് മാറാൻ പറ്റും. നിങ്ങൾ നീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് NCL, OBC, NCL എന്നോ അല്ലെങ്കിൽ OBC കാറ്റഗറി കൊടുത്തു, അല്ലെങ്കിൽ ജനറൽ EWS കൊടുത്തു, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ ജനറലിലേക്ക് മാറാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ ജനറൽ കൊടുത്ത കുട്ടിക്ക് ഒരിക്കലും ഇവിടെ OBCയിലേക്ക് മാറാൻ പറ്റില്ല കേട്ടോ. അവിടെ നിങ്ങൾ ജനറൽ ആണ് കൊടുത്തത്, നിങ്ങൾ ശരിക്കും OBC ആ. പക്ഷെ നീറ്റ്
ഫോം ഫില്ല് ചെയ്തപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ അവിടെ OBC എന്ന് കൊടുത്തില്ല, നിങ്ങൾ ജനറൽ കാറ്റഗറി കൊടുത്തു. ഇവിടെ വന്നിട്ട് ഇവിടെ കുത്തിയിട്ട് OBC എന്ന് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല, അത് നടക്കില്ല. പക്ഷെ അവിടെ OBC കൊടുത്തു, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ NCL സർട്ടിഫിക്കറ്റ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ജനറലിലേക്ക് മാറാൻ പറ്റും. തിരിച്ച സംവരണത്തിനുള്ള അർഹതയില്ല. പക്ഷെ ജനറൽ കൊടുക്കുമ്പോൾ ജനറൽ കൊടുത്താൽ പ്രശ്നം എന്താ? നീറ്റിന്റെ എല്ലാ റൗണ്ടിലും നിങ്ങളെ ജനറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓൾ ഇന്ത്യയുടെ എല്ലാ റൗണ്ടിലും മക്കളെ ജനറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. യാതൊരു വിധത്തിലുള്ള സംവരണവും നിങ്ങൾക്ക് കിട്ടത്തില്ല. യെസ്, അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ കരുതി വെക്കുക കേട്ടോ. യെസ്, ദെൻ സബ് കാറ്റഗറി ഡീറ്റെയിൽസ് ആണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ്, ഇല്ലാത്തത് കൊണ്ട് നോ കൊടുത്തു. ദെൻ ഡു യു വോണ്ട് ടു അപ്ലൈ ഫോർ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്? ഇവിടെ സെലക്ട് ഉണ്ട്, യെസ് ഓർ നോ ഉണ്ട്. യെസ് കൊടുക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് AFMCയിലേക്ക് വേണോ? ഇവിടെ നിങ്ങൾ എസ് കൊടുത്താൽ മാത്രമേ AFMCയിലേക്ക് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. യെസ്, അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും യെസ് കൊടുക്കുക. യെസ് കൊടുത്താൽ മാത്രമേ AFMCയുടെ ആംഡ് ഫോഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് നിങ്ങളെ ഉൾപ്പെടുത്തത്തുള്ളൂ. നിങ്ങൾക്ക് അവിടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു റാങ്കിൽ വന്നെങ്കിൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. നിങ്ങൾ യെസ് കൊടുത്തോ? നമുക്കൊരു അവസരമാണ്, നമുക്ക് കിട്ടിയാലോ, നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. യെസ്, ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു? ആപ്ലിക്കേഷൻ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത്രയും ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഇവിടെ എന്തൊക്കെ കാര്യം? ജെൻഡർ, നാഷണാലിറ്റി, റിലീജിയൻ, കാറ്റഗറി, സബ് കാറ്റഗറി, ദെൻ ആംഡ് ഫോഴ്സിലേക്ക് വേണോ വേണ്ടയോ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. യെസ്, അപ്പൊ ഇത് നമ്മൾ എന്തൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു? ഒതന്റിക്കേഷൻ കഴിഞ്ഞു, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്കാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റഡ് ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റഡ്, ഇവിടെ ഇൻകംപ്ലീറ്റ് എന്നാണ്. ഇവിടെ കംപ്ലീറ്റഡ് എന്ന് ഒരു ഗ്രീൻ കളറിൽ വരും. ഓക്കെ, യെസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പൊ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഈ സൈഡിലായിരിക്കും കാണുക കേട്ടോ. നിങ്ങൾക്ക് ഈ സൈഡിൽ ഇതാ ഒതന്റിക്കേഷൻ ഫോം, ആപ്ലിക്കേഷൻ ഫോം, മൂന്നാമത്തത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ ഒരു പേജ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ +2ന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. SSLC അല്ല, +2 ബേസിൽ +2 മാർക്ക് വെച്ചിട്ടാണ് നമ്മൾക്ക് നീറ്റ് എഴുതാൻ നമ്മൾ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാം. അപ്പോൾ +2ന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഫസ്റ്റ് വൺ സ്കൂൾ ഓർ സ്റ്റേറ്റ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: ജാമിയ മിലിയ, ദെൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതർ എന്ന് കാണാൻ സാധിക്കും. അതായത് ജാമിയ മിലിയയിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് അവിടെ ഇന്റേണൽ സീറ്റ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഇതൊന്നും ആകാൻ സാധ്യതയില്ല. യെസ്, ജാമിയ മിലിയയിലൊക്കെ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇനി അല്ലാത്ത കുട്ടികളൊക്കെ അതർ ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്കൂൾ ഓർ സ്റ്റേറ്റ് എന്നുള്ളതിൽ അതർ. അപ്പോൾ അതർ സെലക്ട് ചെയ്യണമെന്നല്ല, നിങ്ങൾ എവിടെയാണോ ഈ കൂട്ടത്തിൽ പഠിച്ചത് എന്ന് ഉറപ്പുവരുത്തുക. ജാമിയ മിലിയയിൽ പഠിച്ച കുട്ടികൾ അത് ക്ലിക്ക് ചെയ്യുക. ദെൻ അലിഗഡിൽ പഠിച്ച കുട്ടികൾ അത് ക്ലിക്ക് ചെയ്യുക. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇന്റേണൽ സീറ്റ്സ് ഉണ്ട്, അതൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. മിക്കവാറും നമ്മൾ അതറിലായിരിക്കും വരിക. യെസ്, അപ്പോൾ ഞാൻ അതർന്ന് കൊടുത്തിട്ടുണ്ട്, കാരണം കേരള സിലബസിൽ പഠിച്ച ഒരു കുട്ടിയുടെ പേജാണിത്. യെസ്, ദെൻ അതർ സ്കൂൾ ഓർ സ്റ്റേറ്റ്. നമ്മൾ ഏതാണ്, സ്റ്റേറ്റ് ബോർഡ് ആണോ CBSE ആണോ, ആ ഒരു കാര്യമാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മളിവിടെ കേരള സിലബസ് ആണെങ്കിൽ കേരള എന്ന് കൊടുക്കാം. യെസ് മക്കളെ, ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ CBSE ആയിരുന്നു കൊടുത്തത്, മാറിപ്പോയി, അതൊന്നും വിചാരിക്കേണ്ട. യെസ്, കേരള കൊടുക്കുക. ഇനി CBSE ബോർഡ് ആണെങ്കിൽ CBSE കൊടുക്കാം. ഓക്കെ അല്ലേ? യെസ്, ആൻഡ് അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാസിംഗ് സ്റ്റേറ്റസ്. നിങ്ങൾ പാസിംഗ് സ്റ്റേറ്റസ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്ഡ് എന്ന് വരും. എല്ലാവരും പാസ്ഡ് ആണ് അല്ലെ, നമ്മൾ പാസ്സായവരാണ്, അതുകൊണ്ടാണ് നമ്മൾ നീറ്റ് എഴുതാൻ പോയത്. യെസ്, പാസിംഗ് സ്റ്റേറ്റസ് പാസ്ഡ് ആയ ആളുകളാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റുന്നത്. യെസ്, പാസിംഗ് ഇയർ. മിക്കവാറും ഇയർ 2023 ഉള്ളവരുണ്ടായിരിക്കും, 24 ഉള്ളവരുണ്ടായിരിക്കും, റിപ്പീറ്റേഴ്സും 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 ഓൺഗോയിങ് സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ +2 പാസ്സായ വർഷം ഏതാണോ അത് കൊടുക്കുക. മിക്ക ആൾക്കാരും 23ലും 22ലും ഒക്കെ ആയിരിക്കും, 24 ഉണ്ടായിരിക്കും. യെസ്, ഏത് വർഷമാണോ +2 പാസ്സായത് അത് കൊടുക്കുക. ദെൻ റോൾ നമ്പർ. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് +2ന്റെ റോൾ നമ്പർ ആണ് കേട്ടോ, നിങ്ങളുടെ നീറ്റിന്റെ റോൾ നമ്പർ അല്ല, +2 റോൾ നമ്പർ ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ? +2ന്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടത്. നെക്സ്റ്റ് വൺ ക്ലാസ് 12 പാസിംഗ് സ്റ്റേറ്റ്. നിങ്ങൾ കേരളത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ കേരള എന്ന് കൊടുക്കാം. നിങ്ങൾ +2 പാസ്സായത് ഏത് സ്റ്റേറ്റിലാണ്? കേരള ആയിരിക്കും മിക്ക ആളുകളും.
പുറത്ത് പഠിച്ചവർ അത് കൊടുക്കാം. യെസ്, ഓക്കെ. ആൻഡ് സ്കൂൾ നെയിം ആൻഡ് അഡ്രസ്, ഇവിടെ നിങ്ങളുടെ സ്കൂളിന്റെ പേര്, അഡ്രസ്സ് കൊടുക്കുക. മക്കളെ കോമ അപ്പോസ്ട്രോഫി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, നേരെ അങ്ങ് എഴുതി വിടുക കേട്ടോ. യെസ്, സ്കൂളിന്റെ നെയിം, അഡ്രസ്സ്, സ്കൂളിന്റെ പിൻകോഡ്, സ്കൂൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലമല്ല, സ്കൂൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പിൻകോഡ് കൊടുക്കുക. യെസ്, ആൻഡ് അടുത്തൊരു സബ്ജക്ട് വൈസ് മാർക്കാണ്. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും നമുക്ക് കിട്ടിയ മാർക്ക് ഏതൊക്കെയാ നീറ്റിന് വേണ്ടത്? ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, ബയോളജി ഓർ ബയോടെക്നോളജി. യെസ്, പാസിംഗ് സ്റ്റേറ്റസ്, എല്ലാവരും പാസ്ഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് പാസ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് പാസ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഇവിടെയും ക്ലിക്ക് ചെയ്ത് പാസ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ അടുത്ത കോളത്തിലേക്ക് പോകാം, മാക്സിമം മാർക്സ്. ഇതായിരിക്കും നിങ്ങൾക്കൊരു ഡൗട്ട്, +2ന്റെ മാത്രമാണോ കൊടുക്കേണ്ടത്? +1ഉം +2ഉം കൂടെ ചേർത്താണോ കൊടുക്കേണ്ടത്? പ്രാക്ടിക്കൽ കൂട്ടിയാണോ കൊടുക്കേണ്ടത്? കുറച്ചാണോ? ഇതൊക്കെ ഡൗട്ടായിരിക്കും. ഒന്നുമില്ല, നിങ്ങൾ രണ്ടും കൂടെ ആഡ് ചെയ്ത്, ഞാനിപ്പോൾ 200 ആണ് കൊടുത്തിരിക്കുന്നത്, ഏത് കൊടുത്താലും കുഴപ്പമില്ല. +2ന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ ചെല്ലുക. അപ്പം നിങ്ങൾ സ്റ്റേറ്റ് ബോർഡുകാർ 200 കൊടുക്കുക, ബാക്കിയുള്ള ബോർഡുകാർ +2ന്റെ മാർക്ക് ലിസ്റ്റിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ 200 എന്ന് പറയുന്നത് +1ഉം +2ഉം ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ മാർക്കാണ്. അപ്പം ഞാൻ ടോട്ടൽ മാർക്കാണ് മാക്സിമം മാർക്ക് കൊടുത്തിരിക്കുന്നത് 200. ഫിസിക്സ് മൊത്തത്തിൽ 200 അല്ലായിരുന്നു, കെമിസ്ട്രി മൊത്തത്തിൽ 200 ആയിരുന്നു, ബയോളജി മൊത്തത്തിൽ 200 ആയിരുന്നു. സോ 200 കൊടുത്തു. ആ 200ൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, കെമിസ്ട്രിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 198 ആയിരിക്കും അല്ലേ? 198. യെസ്, ഫിസിക്സിന് 197 ഉണ്ടാവും, ബയോളജിക്ക് ചിലപ്പോൾ 200 ആയിരിക്കും. യെസ്, എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് ഇവിടെ ഫില്ല് ചെയ്യാം. ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് മാർക്കാണ്. ഫിസിക്സ് പാസ്ഡ് എന്ന് കൊടുക്കുക, മാക്സിമം 200. ഞാൻ സ്റ്റേറ്റ് ബോർഡിന്റെ ആണ് പറയുന്നത്, 200 +2ഉം +1ഉം കൂട്ടിയുള്ള മാർക്ക്. അതിൽ നിങ്ങൾക്ക് കിട്ടിയത് അത് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ദെൻ കെമിസ്ട്രി പാസ്ഡ് എന്ന് കൊടുക്കുക, മൊത്തം മുഴുവൻ 200ലാണ്, 200ൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇവിടെ കൊടുക്കാം. ദെൻ ബയോളജി പാസ്ഡ് എന്ന് കൊടുക്കുക, മൊത്തം 200ലാണ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇവിടെ കൊടുക്കാം. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ വിജയകരമായിട്ട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ സംശയമൊന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത്. യെസ്, ക്ലിയർ അല്ലേ? ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഇതെല്ലാം ക്ലിയർ ആണ്, എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആൻഡ് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു പേജ് വരും. ഡു യു വിഷ് ടു സേവ്? നിങ്ങളിത് സേവ് ചെയ്യല്ലേ? എല്ലാം ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ക്ലിയർ? യെസ് കൊടുത്തു കഴിയുമ്പോൾ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു? അത്തന്റിക്കേഷൻ കഴിഞ്ഞു, യെസ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു. ഇനി 3 കാര്യം. സോറി കേട്ടോ. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്താ? അപ്ലൈ ഫോർ സെക്ഷൻ. അപ്ലൈ ഫോർ സെക്ഷൻ. ബാക്കി 3ഉം കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പേജാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് ഇവിടെ എന്താ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ വേണം. അതായത് ഇപ്പൊ കൗൺസിലിംഗ് അലോട്ട്മെന്റ് നടക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ളത് നടക്കുന്നുണ്ട്. എയിംസിലും ജിപ്മറിലും ജാമിയ മിലയിലും ഒക്കെ ഇതിലൂടെയാണ് അലോട്ട്മെന്റ് നടക്കുക. BSc നഴ്സിംഗ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ BSc നഴ്സിംഗ് ഈ സോഫ്റ്റ്വെയറിലൂടെയാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഈ സോഫ്റ്റ്വെയറിലൂടെയാ. ആംഡ് ഫോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതും ഈ സോഫ്റ്റ്വെയറിലൂടെയാ. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം മക്കളെ? നിങ്ങൾക്ക് കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ ബാക്കി വരുന്ന ട്രിവാൻഡ്രം, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളുടെ സീറ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട 50% മാത്രം ടിക്ക് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് എയിംസ് വെച്ച് നോക്കണോ? ഭാഗ്യത്തിന് നമുക്ക് എയിംസ് കിട്ടിയാലോ. നമുക്ക് നല്ല റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ എയിംസിന് പോസിബിലിറ്റി ഉണ്ട്. എയിംസ് മധുരയ്ക്കൊക്കെ പോസിബിലിറ്റി ഉണ്ട്. യെസ്. അപ്പോൾ എയിംസിന് വേണ്ടിയിട്ട്, അതേപോലെ ജിപ്മറിനൊക്കെ വേണ്ടിയിട്ടും, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്കും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ടിക്ക് ചെയ്യാം. ഇതും കൂടെ ടിക്ക് ചെയ്തെന്ന് പറഞ്ഞ് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. ഓൾ ഇന്ത്യ കോട്ട 50%, അതിന്റെ കൂട്ടത്തിൽ തന്നെ എയിംസും കൂടെ കൊടുത്തോ, എക്സ്ട്രാ പൈസയുടെ ആവശ്യമൊന്നുമില്ല. യെസ്. ഓക്കെ. അടുത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ BSc നഴ്സിംഗ് വേണമെങ്കിൽ അതും ടിക്ക് ചെയ്യാം. ആംഡ് ഫോഴ്സ് ഓൾറെഡി യെസ് കൊടുത്തത് കൊണ്ട് അവിടെ വന്നു. ഇനി IP കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ അതും വരും. ഈ കുട്ടിക്ക് അതില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരാത്തത്. യെസ്. അപ്പൊ ഡീംഡ് യൂണിവേഴ്സിറ്റി, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ പേജ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ മാത്രം ടിക്ക് ചെയ്യാം. കാരണം ഡീംഡിന്റെ ഫീസ് വേറെയാ. ഡീംഡ് വന്നാൽ 2 lakhs rupees ആണ് സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്. ഡീംഡിന്റെ ഫീസ് സ്ട്രക്ചർ വേറെയാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഡീംഡ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ അമൃത പോലത്തെ കോളേജുകളാണ്.
യെസ്, പ്രൈവറ്റ് വളരെ ഫീസ് വരുന്ന 25, 30, 35 ലക്ഷം ഫീസ് വരുന്ന കോളേജുകളാണ്. വേണമെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക. ക്ലിയർ അല്ലേ? ഗവൺമെന്റ് സീറ്റുകൾ മാത്രം വേണമെങ്കിൽ ബാക്കിയുള്ളത് മാത്രം കൊടുത്താൽ മതി. ഡീംഡ് കോളേജുകൾ വേണ്ടവർ മാത്രം ഇത് ടിക്ക് ചെയ്യാം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണല്ലോ. അപ്പൊ ഡീംഡ് വേണ്ടവർ മാത്രം അത് ടിക്ക് ചെയ്യുക. അത് അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പേജ് കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു? നമ്മൾ അപ്ലൈ ഫോർ സെക്ഷൻ എന്നുള്ളതും കഴിഞ്ഞു. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് ഫീ ഡീറ്റെയിൽസ് വരുന്നത് എന്നുള്ളത് താഴെ വരും. രജിസ്ട്രേഷൻ ഫീ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? യെസ്, ഡീംഡും കൂടി കൊടുത്തവർക്ക് അത്രയും ഫീ കൂടുതലായിരിക്കും വരിക. യെസ്, ഓക്കെ. ഇനി വരുന്നത് കോണ്ടാക്ട് ഡീറ്റെയിൽ ആണ്. യെസ്, അപ്ലൈ ഫോർ സെക്ഷൻ എന്നുള്ളതും കഴിഞ്ഞു. കോണ്ടാക്ട് ഡീറ്റെയിലും ദെൻ പ്രിവ്യൂ ആൻഡ് ഫൈനൽ സബ്മിറ്റ്, അത് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളതേ ഉള്ളൂ. യെസ്, അപ്പൊ അടുത്തത് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ വില്ലേജിന്റെ നെയിമും ലൊക്കാലിറ്റിയും സ്റ്റേറ്റും പിൻകോഡും ഓൾട്ടർനേറ്റ് ആയിട്ട് മറ്റൊരു മെയിൽ ഐ ഡിയും നിങ്ങളുടെ കൺട്രി ഏതാണെന്ന് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എന്താണെന്ന് സെലക്ട് ചെയ്യുക. ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾ മറ്റൊരു കോൺടാക്ട് നമ്പർ കൊടുക്കുക, മറ്റൊരു മെയിൽ ഐ ഡി കൊടുക്കുക. യെസ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന പേജാണ്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നീറ്റ് ഫോമിൽ എന്തൊക്കെയാണോ ഫില്ല് ചെയ്തത് അതേ കാര്യങ്ങൾ ഇവിടെയും കൊണ്ടുവന്ന് ഫില്ല് ചെയ്താൽ മതി. ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഡു യു വോണ്ട് ടു സേവ് എന്ന് ചോദിക്കും. യെസ് എന്ന് കൊടുക്കുക. യെസ്, ആ പേജിന് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ സ്റ്റെപ്പ് ഓൺ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഒതന്റിക്കേഷൻ കഴിഞ്ഞു, ആപ്ലിക്കേഷൻ ഫോം കഴിഞ്ഞു, ഒതന്റിക്കേഷൻ കഴിഞ്ഞു, ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തു, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്ലൈ ഫോർ സെക്ഷൻ എന്താ? ഓൾ ഇന്ത്യ വേണോ, ഡീംഡ് വേണോ, ഇനി BSc നഴ്സിംഗ് വേണോ, അതാണ്. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇപ്പൊ കണ്ടില്ലേ, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കാര്യങ്ങളും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഫൈനൽ സബ്മിറ്റ്. ഫൈനൽ സബ്മിറ്റിലേക്ക് കിടക്കാം. ലാസ്റ്റ് വൺ, അതായത് ഇവിടെ കാണാം ഫൈനൽ പ്രിവ്യൂ ആൻഡ് ഫൈനൽ സബ്മിറ്റ് എന്ന് കാണാം. അതായത് നിങ്ങൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ ഇവിടെ വരും. ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. NTA-യുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് അവർ തന്നെ എടുക്കും. യെസ്, അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു. എല്ലാം ചെക്ക് ചെയ്യാം. കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ നീറ്റിന്റെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ നെയിം, നിങ്ങളുടെ മദറിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, നിങ്ങളുടെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ, ദെൻ എല്ലാ ഇൻഫോർമേഷൻസും, നിങ്ങളുടെ പാസിംഗ് സ്റ്റേറ്റസ്, പാസിംഗ് ഇയർ കറക്റ്റ് ആണോ, റോൾ നമ്പർ കറക്റ്റ് ആണോ, സ്കൂൾ കറക്റ്റ് ആണോ, പാസിംഗ് സ്റ്റേറ്റ് കറക്റ്റ് ആണോ, സ്കൂളിന്റെ പിൻകോഡ് കറക്റ്റ് ആണോ, സ്കൂളിന്റെ നെയിമും അഡ്രസ്സും കറക്റ്റ് ആണോ, എല്ലാം ചെക്ക് ചെയ്യാം. ഓക്കെ, പെർമനന്റ് അഡ്രസ്സ് കറക്റ്റ് ആണോ, മക്കളെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കും. ഇവിടെ സേവ് ആൻഡ് സബ്മിറ്റ് എന്നുണ്ട് കേട്ടോ, അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത് എഴുതിയതാ. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. എല്ലാം കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് അടിച്ചു പോയിട്ട് എല്ലാം എഡിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കാം. ഇനി നമ്മൾ പേയ്മെന്റിലേക്ക് കിടക്കുക. എല്ലാം കഴിഞ്ഞു. ഓക്കെ, സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്ത എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പേയ്മെന്റിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണും? ഫീ, പേ രജിസ്ട്രേഷൻ ഫീ എന്നുള്ളത് കാണും. യെസ്, പേ രജിസ്ട്രേഷൻ ഫീ എന്നുള്ളത് കാണും. ഇവിടെ അത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്ക്രീൻഷോട്ട് എടുത്തത് കൊണ്ടാണ്. ഇവിടെ ഏത് മെത്തേഡ് ആണെന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. യു ആർ റിക്വയർഡ് ടു പേ ആൻ എമൗണ്ട് ഓഫ് 11,000 രൂപയാണ് ഈ കുട്ടിക്ക്. ഡീംഡ് സെലക്ട് ചെയ്തിട്ടില്ലാത്ത കുട്ടിയാണ്. യെസ്, അപ്പോൾ സെലക്ട് മോഡ് ഓഫ് പേയ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ്? ഓൺലൈൻ പേയ്മെന്റ്. അവിടെ ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ പേയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഓൺലൈൻ പേയ്മെന്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ എഗ്രീഡ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള കാര്യമൊക്കെ എഗ്രി ചെയ്യണം. ദെൻ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ അതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതെല്ലാം ടിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. യെസ്, ഇവിടെ നിങ്ങളുടെ ഫീ എമൗണ്ട് ഉണ്ട്. 11,000 രൂപയാണ് ഈ ഒരു കുട്ടി പേ ചെയ്യേണ്ടത്. കുട്ടി ഡീംഡ് സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഫീ അത്രയും വന്നത്. ഓക്കെ, ഇനി ഇതുവഴിയാണ് നമ്മൾ പേയ്മെന്റ് നടത്താൻ പോകുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. HDFC ബാങ്ക് പേയ്മെന്റ് ഗേറ്റ്വേ ആണോ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പേയ്മെന്റ് ഗേറ്റ്വേ ആണോ, ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അത് ഏത് മെത്തേഡാണ്, HDFC ആയിരിക്കും ഇക്കാളുകൾ അല്ലേ. യെസ്, സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ളത് കൊടുക്കാം.
ഓക്കെ, ഏത് മെത്തേഡ് ആണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെന്റ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും നെറ്റ് ബാങ്കിങ് വഴിയും UPI വഴിയും ഒക്കെ പേയ്മെന്റ് നടത്താം. ഓക്കെ അല്ലേ? ഓൺലൈനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ ഒക്കെ പേയ്മെന്റ് നടത്താം. അപ്പൊ പേയ്മെന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും കഫേയിലെയോ അക്ഷയയിലെയോ കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തരുത്. ഈ സെക്യൂരിറ്റി എമൗണ്ട്, ഇവിടെ അടയ്ക്കുന്ന സെക്യൂരിറ്റി എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ടാ. ഓക്കെ, ഇപ്പൊ അക്ഷയയിൽ 10, 15, 20 ട്രാൻസാക്ഷൻസ് നടക്കും. കുറെ ആളുകളുടെ പേയ്മെന്റ് തിരിച്ചു വരും, കുറെ ആളുകളുടെ തിരിച്ചു വരത്തില്ല. അപ്പൊ അവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ആരുടെയാണ് തിരിച്ചു വന്നത്, ആരുടെയാണ് വരാത്തതെന്ന്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അക്ഷയയിലെയോ കഫേയിലെയോ കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താതിരിക്കുക. നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ പാരൻസിന്റെ കാർഡ് ഉപയോഗിച്ച്, ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെന്റ് നടത്തുക. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം മേക്ക് പേയ്മെന്റ് എന്നുള്ളത്. ഏത് കാർഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതുപയോഗിച്ച് കാർഡ് നമ്പറും ഡേറ്റും എല്ലാം കൊടുത്ത് മേക്ക് പേയ്മെന്റ് നടത്തുക. യെസ്, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ്. 11,000 രൂപയാണ് അടയ്ക്കുന്നത്. മക്കളെ, സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾക്ക്. സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചില്ല, റൗണ്ട് 2ലും 3ലും ഒക്കെ സീറ്റ് കിട്ടിയിട്ട് ഉപേക്ഷിച്ചാൽ ഈ സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കിട്ടില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് വേണ്ട, അല്ല സീറ്റ് വേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് ഈ പേയ്മെന്റ് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ചെയ്യുക. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തപ്പോഴത്തെ ഒരു ക്ലാരിറ്റി കുറവാണ്, കാരണം കഴിഞ്ഞ വർഷത്തെയാണ് നമ്മൾ യൂസ് ചെയ്തത്. എനിവേ, വളരെ കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ട് എല്ലാം ഫില്ല് ചെയ്ത് ഉറപ്പുവരുത്തുക. സമയമുണ്ട് നമ്മളുടെ മുന്നിൽ, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.